നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്ന ചില സുഖങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ഉമ്മത്തിന്റെ വഹദത്ത്, ഉമ്മത്തിന്റെ ഒരുമ. അത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാറ്റുലാഭത്തിന്റെ പിന്നാലെയും പോവല്ലേ. അൽ വഹദ, ഒരുമയാണ് യദുല്ലാഹി അലൽ ജമാഅ. നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണേ, അവിടെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകരുത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരരുത്. ഉമ്മമാരെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഒരു മരുമകളെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ നിങ്ങൾ ആലോചിക്കണേ, എനിക്കൊരു മോളാണ് വരുന്നത്, ഒരു മോള്. അവള് നിങ്ങളുടെ ശത്രുവല്ല. എന്താ അങ്ങനെ മനസ്സിലാക്കുന്നത്? ഉമ്മാര് വിചാരിക്കും മക്കള് പെണ്ണെട്ടി, മക്കള് ഭാര്യയെ സ്നേഹിച്ചാൽ പിന്നെ ഉമ്മാനെ സ്നേഹിക്കൂല. ഉമ്മ ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം പോലെ അല്ലല്ലോ. ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ ഭാര്യനെ സ്നേഹിക്കുക. ഉമ്മന്റെ സ്നേഹം ഒരു കുട്ടികളെ സ്നേഹിക്കൂലേ? അപ്പൊ ഉമ്മ തോന്നുന്നു ആ കുട്ടീനെ സ്നേഹിച്ചുകൊണ്ട് ഇനി എന്റെ ഉമ്മാനോട് അവന് സ്നേഹം ഉണ്ടാവൂലേ? അങ്ങനെയൊന്നും ഇല്ല ഉമ്മ. കുട്ടികളോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് ഒരു കുറവുപ്പുറത്ത് വരൂല. ഉമ്മയോട് ഉപ്പയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്, ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്, ജ്യേഷ്ഠനോടും പെങ്ങളോടും ആങ്ങളയോടുള്ള സ്നേഹം വേറെയാ. ഒന്ന് അവിടെ കൊടുത്തു വെച്ച് ഇവിടെ പോകുന്നില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, അവിടെ കൊടുത്ത് അവിടെ പോയല്ലോ. എന്നിട്ട് കുസ്തിത്തിരിപ്പുണ്ടാക്കി ഇടങ്ങേറാക്കി ആ കുട്ടിനെ പുറത്താക്കുക, ആ കുട്ടിനെ സങ്കടപ്പെടുത്തുക. എന്നിട്ട് നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കുക, പൊന്നാര പെണ്ണുങ്ങളെ, അമ്മായിമാരെ, എത്ര കൊണ്ടെന്ന് അങ്ങക്ക് വയറ് നിറയുമെന്ന് പറഞ്ഞേരി. ഒരു സൽക്കാരം നടക്കുമ്പോൾ, ഒരു വീട് പണി നടക്കുമ്പോൾ, ഒരു കുടിരിക്കൽ, നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എത്ര കിട്ടിയാലേ മതി വരിക എന്ന് പറഞ്ഞതാണ്. ലൻ യംല അഫാഹു ഇല്ല തുറാബ്. വായയിലേക്ക് മണ്ണ് വീഴുന്നവരെ നിങ്ങളുടെ ആർത്തി തീരൂല എന്ന് പറഞ്ഞത് ആരാ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കണ്ടോന്റെ പൊരയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യരുത്? നോക്കി നിൽക്കരുത്. അവള് കൊണ്ടുവന്നില്ല, മരുമോളെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുക. അവളെ സ്വർണം കൊടുത്ത്, വെള്ളി കൊടുത്ത്, പണം കൊടുത്ത്, മഹർ കൊടുത്ത്, ഞാൻ പറഞ്ഞ ഉദ്ദേശം അതാ, സ്വർണം വെള്ളി എന്നൊക്കെ മഹർ കൊടുത്ത്, സമ്മാനം കൊടുത്ത് ആ മോളെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാ ഇസ്ലാം. നമ്മളിപ്പോൾ ഓളെടുത്തിട്ട് ഓളെ പേരെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക. അപ്പോൾ പരിപാടി അത് ശരീഅത്തിനെതിരല്ലേ. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതേ മനസ്സിൽ വിചാരിക്കുക. പുതിയാപ്പിള തറട്ട് ചുമര് വെക്കും, വാർപ്പും ചിലപ്പോൾ കഴിച്ചുവിടും. പിന്നെ ബാക്കിയൊക്കെ ഓളെ വാപ്പ ചെയ്യണമെന്നാ. പൊന്നാര ചെറുക്കന്മാരെ, നട്ടലുണ്ടെങ്കിൽ അവനാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി വീട്. അല്ലെങ്കിൽ വല്ല പീടിയക്കൊലയിലും കടന്നുറങ്ങിക്കോളി. ഇജ്ജത്തില്ലാതെ നമ്മൾ തറ കെട്ടുക, എന്നിട്ട് ബാക്കി ഓളെ പെരയുന്നു, ഫ്രിഡ്ജ് ഓളെ പെരയുന്നു, കട്ടിൽ ഓളെ പെരയുന്നു. ആണുങ്ങളാണെങ്കിലേ ഈ പരിപാടി നിർത്തിക്കളി. ഓസിക്ക് കണ്ടു വെക്കണ്ട. അവനവൻ്റെ കയ്യിൽ തരാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നോളി. മറ്റേതൊക്കെ അസൂയയാണ്, കിട്ടുന്നൊന്നും മതിയാവില്ല. എന്നിട്ട് എങ്ങാനും ആ കട്ടിലങ്ങ് പൊട്ടിയാൽ പറയും ഓളെ കയ്യിൽ വരുന്ന കൊണ്ടുവന്നല്ലേ, അതിന് ഉറപ്പുണ്ടാവില്ല, എനിക്ക് അപ്പളേ ഉറപ്പാണ്. അപ്പം അങ്ങനെ പറയാം അല്ലേ? സുബ്ഹാന ജല്ല ജലാൽ. ഇങ്ങനെ പോരാ പോരാ പോരാന്നും പറഞ്ഞ് നടക്കുക നമ്മൾ. ഒരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ ആ പുതിയാപ്പിള നിങ്ങൾക്കൊരു മകനാണ്. ഒരു പുതിയ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് അവളൊരു മോളാണ്. പുതിയാപ്പിളയോട് നിന്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിനക്ക് രണ്ടാമതൊരു ഉമ്മയും ഉപ്പയുമാണ്. പെണ്ണെ, നിന്റെ ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും നിനക്കൊരു രണ്ടാമതൊരു ഉമ്മയും ഉപ്പയാ. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ആ സ്നേഹത്തിൽ കഴിയേണ്ട വീടാ. അമ്മായിമ്മ പോരും, വേളയമ്മ പോരും, നാത്തും പോരും ആയിട്ട് ഇങ്ങനെ മരിക്കോളം ഇടങ്ങാറായി ആണ് മരിക്കുക. ഇതന്നെ മരിക്കോളം സമാധാനം ഉണ്ടോ? ഇല്ല. എന്തിനാ പെണ്ണുങ്ങളെ കൽബ് നടക്കേണ്ട എടുത്തു മാറ്റി? ആദ്യം ആർത്തി ഉണ്ടല്ലോ, പോരാ പോരാ. ആർത്തിയുള്ളവർക്ക് കിട്ടുന്നല്ല, അതാണ് അത്ഭുതം. ആർത്തിയുള്ളവർ ആർത്തിയോടുകൂടെ മരിക്കാന്നല്ലാണ്ട് കിട്ടൂല, മതിയാവൂല. അതുകൊണ്ട് നിർത്തിവെക്കും. നമുക്ക് പലരും തരണം എന്ന തോന്നല് അത് വേണ്ട. അള്ളാഹിനോട് ചോദിക്കും, പഠിച്ച തമ്പുരാൻ ഹലാലായ വഴിക്ക് അള്ളാഹ് കൊണ്ടുതരും നമ്മുടെ കൈകളിൽ. അതിന്റെ പേരിൽ കുടുംബം തെറ്റല്ലേ? ഒരു കല്യാണം കഴിയുമ്പോൾ കുടുംബം തെറ്റുക. കല്യാണത്തിന് മുമ്പന്നെ തെറ്റുണ്ടല്ലോ. ഒരു പെണ്ണിന്റെ വീട്ടിൽ ഒരു പെണ്ണിനെ കല്യാണത്തിന് പുതിയണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികളെ പറ്റിയെന്ന് വരും, ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ അറിയിക്കും, ഞങ്ങൾ ആ കുട്ടീനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ, എപ്പോൾ അടുത്ത ശനിയാഴ്ച ഉച്ചക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ 4 മണിക്ക് വരാം. ഓക്കെ. അപ്പോൾ ഈ എത്ര ആൾ വരും? ഞങ്ങളൊരു ബസ്സിനാണല്ലോ. ഒരു ബസ്സിനൊന്നും ആരും പോവല്ലേ. ഒരു ചെറിയ ഒരു ആൾട്ടോ കാറിൽ 4 ആൾ പോയാൽ തീരാവുന്ന വിഷയമുള്ളൂ. എന്നിട്ട് വിഷയം അതല്ല. അവർ ചായയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇവർ പുതിയനെ കാണാൻ പോണ പുതിയനുകൾ കേട്ടോ. ഓരോ വിഷയം
അപ്പൊ ചായക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പെണ്ണ് സാധു പുതിയണ്ണ്, അവളെയാണ് കല്യാണം ആലോചിക്കാൻ ചെല്ലുന്നത്. അവൾ എന്തോ ചായ വെള്ളക്കേറ്റ് വരുമ്പോ ഈ കൂട്ടത്തിൽ ഒരു കോലല്ലാത്ത പെണ്ണ് അടുത്ത ആളെ തോണ്ടും, നീച്ചോ. അപ്പൊ മറ്റോള് നീച്ചു. അപ്പൊ അവിടെ ഓള് പറഞ്ഞേക്ക്, അവള് ഈ ഈ ഒഴിച്ചു വെച്ച ചായ ചൂടാറുന്നതിന് മുമ്പ് ഒന്നൊരു മുറുക്ക് കുടിച്ചിട്ട് പോയാൽ പെരക്കാർക്ക് സമാധാനം. ഇത് ആർക്കാ പിന്നെ കുടിപ്പിക്കുക? എന്നിട്ട് വരിയായിട്ട് എഴുന്നേറ്റ് ഒരു വണ്ടിക്ക് നല്ല ഓടുക. എന്നിട്ട് ഈ പെരക്കാരിങ്ങനെ എളിഞ്ഞു നിൽക്കുക. നമ്മളിത് ആർക്കിതൊക്കെ ഉണ്ടാക്കിയത്? ഇതിലേതോ സ്വന്തം കണ്ണാടിക്ക് നോക്കിയാൽ അവൾക്ക് അവളെ പറ്റി മനസ്സിലാവും. അവളെ പറഞ്ഞ ഈ കുട്ടിക്ക് ചൊറുക്കില്ല. എന്നിട്ട് ആ പുരക്കാരോടൊരു മാന്യമായിട്ട് ചായ കുടിച്ചോളൂ, നിങ്ങൾക്ക് ഉണ്ടാക്കിയതല്ലേ, ചായ കുടിക്കുക. എന്നിട്ട് പറയാം ഞാൻ വിവരം 4 ദിവസം കൊണ്ട് അറിയിക്കട്ടോ എന്ന് പറഞ്ഞു പോന്നാ പോരെ. ആ പുരക്കാരടങ്ങേറാക്കി സങ്കടത്തിലാക്കി അവിടുന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങി ഓടുക. ഈ ഒരു വേദന ആ പുരക്കാർക്ക് മറക്കാൻ കഴിയോ ജീവിതത്തിൽ? ആ പെൺകുട്ടിക്ക് എത്ര വേദന ഉണ്ടാവും. ചോദിക്കൂലേ, ഉമ്മ ഇന്നോൽക്ക് പറ്റിയില്ലല്ലേ, ഇവർക്കും പറ്റിയില്ലല്ലേ, ഇനി ആർക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ, എനിക്കിനി ഒരു ജീവിതമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ച് വല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ജീവിച്ചോളാം. ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഇങ്ങനെ ഒരു വിവാഹം ആലോചിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഫിത്തന ഉണ്ടാക്കി പോരാ. പിന്നെ അങ്ങനത്തെ പുരക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ അവിടെയൊക്കെ? അതുകൊണ്ട് പൊന്നാരാണുങ്ങളെ, പെണ്ണുങ്ങളെ, ഖതിഅത്തുൽ അർഹാം, ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നത് മോശമാണ്, ചെയ്യരുത്. ദുആവിന് ഉത്തരം കിട്ടൂല. നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതിഉർ റഹിം, കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, നബിയുടെ കുടുംബ ബന്ധം പോലെ ബന്ധമാണ് അയൽപക്ക ബന്ധം. അതുകൊണ്ട് ഒരു അയൽവാസിയും അടുത്ത അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അയൽവാസികൾക്ക് വേണ്ടി കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ എന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ നാടുകളിലെ എങ്ങനെയൊക്കെ ഹൈവേ വീതി കൂട്ടി പുതിയ റോഡായി വരുന്നുണ്ട്, NH, സംഭവം ശരിയാ. പക്ഷെ നമ്മൾ പരിക്ക് പോകാനുള്ള NH കാലാകാലം അങ്ങനെ തന്നെ, ഒരു വണ്ടി തിരിയാനും കഴിയില്ല, തിരിക്കാനും പറ്റൂല. എന്നിട്ട് മതിലങ്ങ് മൂലൊക്കെ കൊണ്ടുവന്ന് കുത്തുക. അതൊന്ന് ഇങ്ങോട്ട് മാറ്റി കുത്തി ഒരു ചാണ് വിട്ടുകൊടുത്താൽ ഒരു വണ്ടിക്കയിൽ തിരിയാൻ പറ്റും. അസൂയ. ഒരു നടന്നാണ് പോയാൽ മതി. ഇത്രയും കാലം ഇപ്പോൾ വണ്ടി പോയിട്ട് നടന്നല്ലേ ഒരു പോയിരുന്നത്, ഇന്നലെ മിഞ്ഞാന്നല്ലേ ഇപ്പം വഴി ഉണ്ടായത്, ഒരു അങ്ങനെ സൂഹിക്കേണ്ടാണ്. ഇതൊക്കെ അസൂയയാണ് മക്കളെ, അസൂയയാണ്. ഇതൊന്നും അല്ലാഹുവിന് പൊരുത്തമല്ല. നമ്മളൊക്കെ ഒന്ന് മനസ്സ് ഒന്ന് അലിഞ്ഞു കൊടുക്കി. നമ്മുടെ വീടുകളും നമ്മുടെ മനസ്സും ഒക്കെ ഒന്ന് വിശാലമാവട്ടെ. നമ്മുടെ വഴികൾ അപ്പം വിശാലമാവും. നമ്മുടെ വഴികളും മനസ്സും വിശാലമാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും വിശാലതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പിടിച്ചാണ് അനുസരിക്കപ്പെടുന്ന പിശുക്ക് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ബൈന യദൈസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ ഖിയാമത്തിന്റെ മരണത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമൽ ഖാസ്സ, സ്വന്തക്കാരോട് മാത്രമുള്ള സലാം പറച്ചിൽ, വഫുശൂഅത് തിജാറ, കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത്, വഖത്ഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, വശഹാദത്തുസ് സൂർ, കള്ളസാക്ഷ്യം പറയുന്നത്, വകിത്മാന ഷഹാദത്തിൽ ഹഖ്, നല്ല കാര്യങ്ങളെ, നല്ല സാക്ഷ്യം, സത്യസാക്ഷ്യം മറച്ചു വെക്കുന്നതും. പിന്നെ പറഞ്ഞു വളുഹൂറുൽ ഖലം, വളുഹൂറുൽ ഖലം, എഴുത്ത് വർദ്ധിക്കുന്നതും അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് സത്യം പറഞ്ഞു, നബിയേ അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് അൽ ഫുഹ്ശു വത്തഫഹുഷ്, മോശമായ പദപ്രയോഗങ്ങൾ എഴുതുന്നതും മോശമായ ഇമോജികൾ വിടുന്നതും മോശമായ ഐക്കണുകൾ വിടുന്നതും മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നതും വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന തമാശകൾ പറയുന്നത്, ഇതൊക്കെ ഫുഹ്ഷാണ്. നമ്മൾ പറയും ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹൈദ് നിഫാസിന്റെ ബാബൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പാഠങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് വല്ലാണ്ട് ബ്രേക്ക് ഇട്ട് നിർത്തരുത്, അതൊക്കെ വേഗം പറഞ്ഞു കൊടുത്ത് വിടുക. അതൊക്കെ അതിലെക്കുറിച്ച് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിൽ ചില മാന്യതയും ചില ഇസ്സത്തും ഇഫത്തും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ പച്ചയെ പറയാൻ പറ്റില്ല. നമ്മൾ ഫിഖ്ഹിന്റെ ബാബിൽ പറയുന്ന മസലകൾ, ഹൈദ് നിഫാസിന്റെ മസല, ഗുളി വാജിബാകുന്ന ഫർദൊക്കെ മൈക്കിൽ പറയാൻ പറ്റുമോ? പറ്റൂല, അത് മോശമാണ്. ഒരാൾ പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് മാത്രമേ അത് പറഞ്ഞൂടെ. ഞാൻ പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ പിന്നുള്ള കേൾക്കണോലും ഇതെല്ലാം ആലോചിച്ചിരിക്കുക, അത് എന്തൊരു മോശമാണ്. അവരെപ്പറ്റി അതിനെപ്പറ്റി ചിന്തിപ്പിക്കലല്ലേ അത്. അതിനെ ഇടക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, അത് മാത്രം പറയാൻ പറ്റില്ല. ഫുഹ്ശ് വത്തഫാഹുഷ്,
ഇന്നത്തെ വലിയ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ തുണിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെ പറ്റി പറയുന്ന കോമഡിയാ വലിയ കോമഡി അല്ലേ? അത് പറയുമ്പോൾ മനുഷ്യന്മാർ ചിരിക്കുക. വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഔറത്തിൻ്റെ വിഷയം പറഞ്ഞുള്ള തമാശകളാണ്. അതിനാണ് ഈ ഫുഹ്ഷ് വത്തഫാഹുഷ്. നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. ഈ ലോ ലെവൽ അനിമൽ ലെവലിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല, ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത്. അത് നമുക്ക് ഓർമ്മ വേണം. മാതാപിതാക്കൾ, മക്കള്, വീട്ടിൽ ഒക്കെ ആ ഒരു സൽചിന്തകൾ നമുക്ക് കൈമാറാൻ കഴിയണം. അല്ലാഹു തആല നമ്മെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അൽ ഫുഹ്ഷു വത്തഫഹുഷു, ചില റിവായത്തിൽ ഫുഹ്ഷു വത്തഫാഹുഷ്, ഇതെല്ലാം അന്ത്യനാളിലേക്ക് നീങ്ങുന്ന പ്രപഞ്ചത്തിന്റെ അസുഖങ്ങളാണ്, അടയാളങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതി ദുരന്തങ്ങൾ ഒരു വഴിക്ക് വരുന്നു. ലാ തഖൂമുസ്സാഅ ഹത്താ യുംതറന്നാസു മതറൻ അമ്മ വലാ തുംബിതുൽ അർളു ശൈആ. ഒരുപാട് മഴ പെയ്യും. മതറൻ അമ്മൻ, കുത്തിച്ചൊരിയുന്ന മഴ, 150 മില്ലി ലിറ്റർ ഒക്കെ മഴ. വലാ തുംബിതുൽ അർളു ശൈആ, ഒരു കൃഷി നടക്കൂല. മഴ നല്ലോണം പെയ്തിട്ടുണ്ട്, ഒരു കൃഷിയും നടക്കൂല. അങ്ങനത്തെ മഴ അതല്ലാഹു നൽകുന്നത് പരീക്ഷണങ്ങളാണ്, നിങ്ങളുടെ കർമ്മങ്ങളുടെ ശിക്ഷകളാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളപ്പൊക്കം കഴിഞ്ഞുപോയത്, കടലാക്രമണങ്ങൾ ഉണ്ടായത്, കൊറോണ വന്നുപോയത്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. നമ്മളും പഠിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ഇതൊക്കെ വെറുതെ നടക്കാന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഓരോ വെള്ളത്തുള്ളിയും ഇറങ്ങുന്നത് അല്ലാഹുവിനറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഭൂമിയിലേക്ക് വീഴുന്ന ചെടികളുടെ ഇലകളുടെ എണ്ണം അല്ലാഹുവിനറിയാം എന്ന് വിശുദ്ധമായ ഖുർആൻ. മഴ പെയ്യുന്ന ഓരോ മഴത്തുള്ളിയുടെയും കനം എത്രയാണ് അല്ലാഹുവിനറിയാം. പക്ഷേ വലാ തുംബിതുൽ അർളു ശൈആ, കൃഷിയില്ലാത്ത കാലം വരും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിമഴ കൊണ്ട്, അതിവർഷം കൊണ്ട് അതിവർഷമുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വീടുകൾ പൊളിഞ്ഞു പോയില്ലേ, എത്ര വാഹനങ്ങൾ നശിച്ചുപോയി, എത്ര കച്ചവട സ്ഥാപനങ്ങൾ പൊളിഞ്ഞു, എത്ര നാടുകൾ ബുദ്ധിമുട്ടിലായി. നമ്മുടെ സ്കൂളുകളിൽ ക്യാമ്പിൽ കിടന്നതൊക്കെ മറന്നോ നമ്മള്? റോഡുകളൊക്കെ ബ്ലോക്കായില്ലേ, നാനാഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയാതെ. അതൊക്കെ ആ സമയത്തൊരു ന്യൂസാണ്, പിന്നെ നമ്മളങ്ങ് മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. തബൂക്കിൽ ഞങ്ങളൊരു കോട്ട സന്ദർശിച്ചു മിനിഞ്ഞാന്ന്. ആ കോട്ടക്കുള്ളിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് അവിടെ സൗദി ഗവൺമെന്റ് തന്നെ വലിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നുബൂഅത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദ പ്രൊഫസി ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി തങ്ങളുടെ പ്രവചനം എന്നാണ് അതിന് ഇംഗ്ലീഷിൽ. അതിൻ്റെ അർത്ഥം അതാണ്. അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. എന്താ പ്രവചനം എന്നറിയോ? തബൂക്കിലേക്ക് നബി തങ്ങൾ വന്നിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ മഴയില്ലായിരുന്നു. ചൂടുള്ള ജൂൺ മാസത്തിലാണ് തബൂക്ക് യുദ്ധം നടന്നത്. യുദ്ധമല്ല, അവിടെ ക്യാമ്പ് ചെയ്തു, യുദ്ധം നടന്നില്ല. ശത്രുക്കൾ ഛിന്ന ഭിന്നമായി, അവരൊരിക്കലും യുദ്ധത്തിന് വന്നില്ല. നബി തങ്ങൾ സുരക്ഷിതരായി തിരിച്ചു പോന്നു. അപ്പോൾ അവിടെ വെള്ളമുണ്ട്. ആ വെള്ളം തങ്ങൾ പറഞ്ഞു, സതഅ്തൂന ഗദൻ ഐന തബൂക്ക്, നാളെ നിങ്ങൾ തബൂക്കിന്റെ ഉറവയുടെ അരികത്തേക്ക് നിങ്ങൾ എത്തും. ഞാൻ എത്തുന്നവരെ ആരും അവിടെ പോയി വെള്ളം കുടിക്കരുത്. ഞാൻ എത്തിയിട്ട് പറഞ്ഞു തരുന്ന പോലെ ചെയ്താൽ മതി. അപ്പൊ രണ്ടാള് മുമ്പിൽ ഓടി. അവര് ചെന്നിട്ട് അവരുടെ അമ്പൊക്കെ ഉപയോഗിച്ചോടെ കുത്തി ഇങ്ങനെ വെള്ളം കൂടുതൽ വരുമോ നോക്കി മണ്ണിലിങ്ങനെ കുത്തി നോക്കി. അവര് 2 ദിവസം മുമ്പ് അവിടെ എത്തി. അങ്ങനെ തങ്ങളതറിഞ്ഞു. തങ്ങൾ പറഞ്ഞില്ല, ഞാൻ എത്തുന്നവരെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, ഇതിൽ പോരുതാണ്, അതിൽ തന്നെ പോവുള്ളൂ. അപ്പോൾ അവർക്കൊരാവേശം കൊണ്ട്, കൗതുകം കൊണ്ട് ചെയ്തതാണ്. തങ്ങൾ പറഞ്ഞു, കുൻതുമാ തബൂഖാനിഹാ മുൻദു യൗമൈൻ, തബൂഖാനിഹാ, നിങ്ങൾ ഇന്നലെ 2 ദിവസം മുതൽ ഇതിങ്ങനെ അമ്പുകൊണ്ട് കുത്തി ഇങ്ങനെ കുഴിക്കായിരുന്നല്ലേ വെള്ളം കൂടാൻ വേണ്ടി. ഇപ്പൊ എന്തായി? അവർക്ക് പോലും കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യും മുഖവും ഒന്ന് കഴുകട്ടെ. അവിടുന്ന് ആ കുറച്ച് വെള്ളം, അവിടുന്ന് തങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട്, വെള്ളം എടുത്ത് നബി തങ്ങൾ കയ്യും മുഖമൊക്കെ കഴുകി. അതിലങ്ങ് വെള്ളം കൂടാൻ തുടങ്ങി.
അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. യാ അല്ലാഹ്, സ്വഹാബികളൊക്കെ 30,000 സ്വഹാബിമാരുണ്ട്. ഒരു യുദ്ധത്തിനും അങ്ങനെ തങ്ങളുടെ കൂടെ സൈന്യം അത്ര കൂടുതൽ പോയിട്ടില്ല, തബൂക്കിലേക്കല്ലാതെ. 30,000 ആളുകൾ വെള്ളം കുടിച്ചു. രണ്ടാൾക്ക് കുടിക്കാൻ കിട്ടാത്ത വെള്ളം. ആ കിണർ ഇന്നും അവിടെ ഉണ്ട്. അവിടെ ഈ കോട്ടയുടെ സൈഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ കിണർ. യാ അല്ലാഹ്. എന്നിട്ട് തങ്ങൾ മുആദ് എന്നവരോട് പറയാൻ, ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. യാ മുആദ്, മുആദേ, ലൗ താലത് ബികൽ ഹയാ, നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് കാലം ജീവിക്കാൻ ആയുസ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ തബൂക്കിന്റെ പ്രദേശങ്ങൾ ജിനാന, അല്ലാഹു തോട്ടങ്ങളാക്കി ഒരുപാട് കൃഷിയിടങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് പറഞ്ഞത് 1400 കൊല്ലം മുമ്പ്. നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഉള്ളിക്ക് ക്ഷാമം വന്നിരുന്നല്ലോ ഇവിടെ. അന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉള്ളി കൊടുത്തയച്ചിരുന്നു, തബൂക്കിലെ ഉള്ളി.